ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചില തീവ്രവാദ സാഹചര്യങ്ങൾ അതിലേക്ക് കടന്നു വരുന്നുണ്ട്. ഒരു പ്രതിഷേധ റാലി സംഘടിപ്പിച്ചപ്പോൾ ആ റാലിയാണ് നമ്മുടെ സ്ഥാപനത്തിന് മുമ്പിലൂടെ കടന്നു പോയപ്പോൾ നമ്മുടെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കുകയും അതിനെ തകർക്കുകയും ചെയ്തത്. അങ്ങനെ അക്രമത്തിന് നേതൃത്വം നൽകിയവരെന്ന് പറയാനായിട്ട് നമുക്ക് ആരെയും കിട്ടില്ല. തെറ്റിദ്ധാരണയോടുകൂടി ചിന്തിക്കുന്ന ചില തീവ്ര വിചാരക്കാരായിരിക്കാം ഇതിൽ ഇടപെട്ടുകൊണ്ട് ഇങ്ങനെ ചെയ്തു പോകാനിടയായത്. എനിക്ക് എൻ്റെ സ്വന്തം വീട് പോലെയും എൻ്റെ സ്വന്തം സാഹചര്യങ്ങൾ പോലെയുമാണ് എപ്പോഴും കാണാൻ സാധിക്കുകയുള്ളൂ. എനിക്ക് അങ്ങനെ ഒരു ഭയമില്ല. അടുത്ത കാലത്ത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ദേവാലയം ആക്രമിക്കപ്പെടുന്നത്? 1986 ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഗ്രാമപ്രദേശത്ത് നമ്മുടെ ഒരു മിഷൻ സ്റ്റേഷനിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് തീർച്ചയായിട്ടും ഇതിപ്പോൾ ആദ്യമായിട്ടാണ്. ഛത്തീസ്ഗഡിലെ നമ്മുടെ സീറോ മലബാർ സാന്നിധ്യം 1972 മുതലുള്ളതാണ്. നമുക്ക് ഇതുപോലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് നമുക്ക് പോകേണ്ടി വന്നിട്ടില്ല. ചുരുക്കം ചില സാഹചര്യങ്ങളിൽ ചെറിയ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനെല്ലാം നമുക്ക് അതിജീവിച്ച് പോകാൻ സാധിച്ചു. കാരണം സഭ അവിടെ ചെയ്യുന്നത് സാമൂഹ്യ ക്ഷേമകരമായ കാര്യങ്ങളിലാണ് ഊന്നൽ നൽകി പ്രവർത്തിക്കുക. വിദ്യാഭ്യാസ മേഖലയിലും സാമൂഹ്യ പ്രവർത്തനത്തിലും അതുപോലെ നമ്മുടെ വിശ്വാസികളുടെ ആധ്യാത്മിക കാര്യങ്ങളിലും സേവനം ചെയ്തുകൊണ്ട് സഭ പോകുന്നത് വളരെ ശാന്തമായിട്ടും അതിനെ എല്ലാവരും എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ, അതിനെ പ്രശംസിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചില തീവ്രവാദ സാഹചര്യങ്ങൾ അതിലേക്ക് കടന്നു വരുന്നുണ്ട്. അത് ആ സാഹചര്യങ്ങളിൽ വിശ്വാസികളായിട്ടുള്ള നമ്മുടെ ആൾക്കാർക്ക് വിശ്വാസങ്ങളല്ലാത്ത ആൾക്കാരിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളാണ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് അവർ ഗ്രാമപ്രദേശങ്ങളിൽ അവർക്കുള്ള ബുദ്ധിമുട്ട് നമ്മുടെ വിശ്വാസം സംരക്ഷിക്കപ്പെട്ടുകൊണ്ട് അവിടെ ജീവിക്കുമ്പോൾ മറ്റ് വിശ്വാസികൾക്കത് ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഒരു സാഹചര്യം അവർ എപ്പോഴും മുമ്പോട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്രകാരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കത്തോലിക്ക സഭ, സീറോ മലബാർ സഭ പ്രത്യേകം വിശ്വാസികളെ എപ്പോഴും ഉദ്ബോധിപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുക. എങ്കിൽ പോലും പ്രത്യേകിച്ച് മരണ സാഹചര്യങ്ങളിൽ മരിച്ചു പോകുന്ന ആൾക്കാരെ ഗ്രാമത്തിൽ ആണ് എപ്പോഴും അവരുടെ സംസ്കാര ശുശ്രൂഷ നടത്തിയിരുന്നത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു പുതിയ പ്രവണത, അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവരെ അവിടെ സംസ്കരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുന്നു. അതിലേക്ക് എതിർക്കുന്നവരും അതിനെ സ്വീകരിക്കുന്നവരുമായ രണ്ട് സമൂഹങ്ങളായിട്ട് തിരിഞ്ഞുകൊണ്ടാണ് എപ്പോഴും ചില സാഹചര്യങ്ങളിലെല്ലാം പ്രതിസന്ധികൾ ഉണ്ടാകുക. അപ്പം അതിനെയെല്ലാം പരിഹരിക്കാൻ പോരുന്ന ചിന്തകൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് നമ്മുടെ വൈദികരും നമ്മുടെ സഭാ നേതൃത്വം അതിനുവേണ്ടി നമ്മുടെ വിശ്വാസികൾ എപ്പോഴും പ്രബുദ്ധരാക്കിക്കൊണ്ടാണ് ഇരിക്കുക. പക്ഷേ ചിലപ്പോഴെങ്കിലും സാഹചര്യങ്ങൾ കൈവിട്ടു പോകുന്നു. അത് എങ്ങനെ സംരക്ഷിക്കാനാകും എന്ന് തീർച്ചയായും ഞങ്ങൾ പലവട്ടം അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് അങ്ങനൊരു അക്രമം അന്ന് അവിടെ നടക്കാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു? അതിൻ്റെ പിന്നിലെ കാരണം എന്താ? അതിന് പിന്നിലെ കാരണം, ഒരു മാസത്തോളമായിട്ട് ഗ്രാമങ്ങളിൽ ഇതുപോലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടായിക്കൊണ്ടാണിരുന്നത്. സിറ്റിയിലേക്ക് ഇപ്രകാരമുള്ള ഒരു സാഹചര്യം വന്നിരുന്നില്ല. ഗ്രാമങ്ങളിൽ സീറോ മലബാർ സഭയുടെ വലിയ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ അതുപോലെയുള്ള ആരാധനാലയങ്ങളോ ധാരാളമായിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നടക്കുന്ന അതിൻ്റെ പ്രത്യാഘാതമായിട്ട് സിറ്റിയിൽ ഇതുപോലൊരു സമ്മേളനം കൂടി, അല്ലെങ്കിൽ അതിന് ഒരു പ്രതിഷേധ റാലി സംഘടിപ്പിച്ചപ്പോൾ ആ റാലിയാണ് നമ്മുടെ സ്ഥാപനത്തിന് മുമ്പിലൂടെ കടന്നു പോയപ്പോൾ നമ്മുടെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കുകയും അതിനെ തകർക്കുകയും ചെയ്തത്. ഒരു പക്ഷേ എന്താണ് അവരെ അങ്ങനെ കത്തോലിക്ക പള്ളിക്കെതിരായിട്ട് അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാക്കിയ സാഹചര്യമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാരണം വളരെ ശാന്തമായിട്ട് പോകേണ്ട ഒരു റാലിയായിട്ടാണ് അവിടുത്തെ സിവിൽ അഡ്മിനിസ്ട്രേഷൻ നേതൃത്വം നമ്മളോട് പറഞ്ഞിരുന്നത്. അതിൽ പ്രശ്നമൊന്നും ഉണ്ടായില്ല, ശാന്തമായിട്ടൊരു ഡെമോൺസ്ട്രേഷൻ നടന്നു പോവുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിലേതൊക്കെയോ തീവ്രവാദ എലമെൻറ്റുകൾ ഉണ്ടായിരുന്നിരിക്കാം, അതുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നു. ഛത്തീസ്ഗഡിലെ സഭ വളരെ പീഡനങ്ങൾക്ക് നടുവിലൂടെ പോകുമ്പോൾ അങ്ങേക്ക് അവിടെ പേടിയുണ്ടോ, ഭയമുണ്ടോ അവിടെ ശുശ്രൂഷ ചെയ്യാൻ? ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് ഞാൻ 1976 മുതൽ ആ പ്രദേശത്ത് പഠിക്കുകയും അവിടെ വൈദികനാകുകയും ശുശ്രൂഷയിൽ ഏർപ്പെടുകയും ചെയ്തതാണ്. എനിക്ക് എൻ്റെ സ്വന്തം വീട് പോലെയും എൻ്റെ സ്വന്തം സാഹചര്യങ്ങൾ പോലെയുമാണ് എപ്പോഴും കാണാൻ സാധിക്കുകയുള്ളൂ. എനിക്ക് അങ്ങനെ ഒരു ഭയമില്ല. കാരണം അത് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും പ്രവർത്തിക്കുക. അതിന് എല്ലാവരും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ചില സാഹചര്യങ്ങൾ വരുമ്പോൾ ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അതിനെ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം അതിനെ നമ്മൾ നേരിട്ടുകൊണ്ട് മുമ്പോട്ട് പോകണം.
പോകണം, അങ്ങനെയേ സാധിക്കുകയുള്ളൂ. ഇതിലെന്തെങ്കിലും ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും മാറ്റം വരണം. കാരണം സത്യങ്ങൾ മനസ്സിലാക്കുകയും വാസ്തവങ്ങൾ ഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ, വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കുമ്പോൾ എല്ലാവരും അതിനെ ഉൾക്കൊള്ളും. അതിന് ഒരു സൗഹാർദ്ദത്തോടു കൂടി എല്ലാവരും അത് മുമ്പോട്ട് പോകും എന്നെനിക്ക് വലിയ പ്രത്യാശയുണ്ട്. കാരണം അങ്ങനെയാണത് സംഭവിക്കേണ്ടത്. പിതാവ് ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനകത്ത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുള്ള പ്രതികരണം, സർക്കാരിൻ്റെ ഭാഗത്തുള്ള പ്രതികരണം എങ്ങനെയായിരുന്നു? ഈ സാഹചര്യത്തിൽ ഞാൻ ഇപ്പോൾ കൂടിക്കാഴ്ച നടത്താൻ പറ്റിയില്ല. നേരത്തെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുമൊക്കെ വളരെ സൗഹാർദ്ദപരമായ ഒരു സമീപനമാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇപ്പോഴും സിവിൽ അഡ്മിനിസ്ട്രേഷൻ എപ്പോഴും സഭയുടെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ചുകൊണ്ടും അതുപോലെ എപ്പോഴും പറയാറുണ്ട്, കാത്തലിക് ചർച്ചിൻ്റെ ഓരോ ഫംഗ്ഷനും വളരെ ശാന്തപൂർവ്വമാണ് നടന്നു പോകുന്നത്, ഞങ്ങൾക്കെപ്പോഴും അതിനെക്കുറിച്ച് അഭിമാനമുണ്ട്, അതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറില്ല എന്ന് അവർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഛത്തീസ്ഗഡിൽ ഇപ്പോൾ ഉള്ളത് കോൺഗ്രസ് സർക്കാരാണ് ഭരിക്കുന്നത്. അപ്പം ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിലപാട് എങ്ങനെയാണ്? ഛത്തീസ്ഗഡിലെ ക്രൈസ്തവർ അഭിമുഖീകരിക്കുന്ന പീഡനങ്ങൾക്ക് നടുവിലൂടെ കടന്നു പോകുന്ന ഛത്തീസ്ഗഡിലെ ക്രൈസ്തവ സഭയോടല്ല കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് എങ്ങനെയാണ്? മനസ്സിലാക്കാൻ സാധിച്ചിടത്തോളം വളരെ അനുഭാവപൂർവ്വമാണ് അവരിതിനെ പരിഗണിക്കുന്നത്. കാരണം നാഷണൽ മൈനോറിറ്റി കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് ഒത്തിരിയേറെ ഇടപെടലുകൾ നടത്താനുള്ള ഒരുക്കങ്ങളും അതിനുവേണ്ടിയുള്ള സാധ്യതകളും എന്നോട് പലരും സംസാരിച്ചു. എനിക്കതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇത് വളരെ അനുഭാവപൂർവ്വം അവർ കാണുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അക്രമത്തിന് നേതൃത്വം നൽകിയവരുമായിട്ട് സഭാ നേതൃത്വം ഒരു ചർച്ച നടത്തിയിരുന്നോ? അങ്ങനെ അക്രമത്തിന് നേതൃത്വം നൽകിയവരെന്ന് പറയാനായിട്ട് നമുക്ക് ആരെയും കിട്ടില്ല. കാരണം ഒരു പ്രത്യേക സംഘടനയും അത് ഓൺ ചെയ്യുന്നില്ല, ഞങ്ങളാണ് ചെയ്തത്. ആദിവാസി മഹാസഭ ആണ് മീറ്റിംഗ് കൂടിയിരുന്നത്. അവരുടെ അധികാരികൾ തന്നെ പറഞ്ഞു, ഞങ്ങളൊരിക്കലും ഒരു ആരാധനാലയം ആക്രമിക്കാനോ അതിനെ നശിപ്പിക്കാനോ മുൻകൈയെടുക്കില്ല, അതിനുവേണ്ടി ആർക്കും നിർദ്ദേശം കൊടുക്കില്ല, ഞങ്ങളല്ല അത് ചെയ്തത് എന്നാണ് അവർ പത്രപ്രസ്താവനയിൽ പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ അതിനകത്ത് ഏതോ രീതിയിൽ തെറ്റിദ്ധാരണയോടുകൂടി ചിന്തിക്കുന്ന ചില തീവ്ര വിചാരക്കാരായിരിക്കാം ഇതിൽ ഇടപെട്ടുകൊണ്ട് ഇങ്ങനെ ചെയ്തു പോകാനിടയായത്. അല്ലാതെ ആദിവാസി മഹാസഭ അത് ചെയ്തു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അവരുടെ നേതൃത്വമാണ് പറഞ്ഞത്. ഞങ്ങളാരും അങ്ങനെയൊരു നിർദ്ദേശം കൊടുക്കുകയോ അങ്ങനെയൊരു കാര്യത്തിന് കൂട്ടുനിൽക്കുകയോ ചെയ്യില്ല എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്.